എക്സാം ഉണ്ടോ ഇല്ലേ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു നമ്മളെല്ലാവരും. +1കാർക്ക് ഈ വർഷം ഓണം എക്സാം കാണുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഓണം എക്സാമിന്റെ ഡേറ്റ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 20 മുതൽ 27 വരെയുള്ള ദിവസങ്ങളാണ് നമുക്ക് ഓണം എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓണം എക്സാമിന്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവശ്യമില്ല. ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലി ഓണം എക്സാം ഉണ്ട് എന്ന കാര്യം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര പോർഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണുമായിരിക്കും. +1കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ വരെ ഓണം എക്സാം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഓണം എക്സാം നടത്തിയിരുന്നത് സ്കൂൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതായത് ബാക്കി +2കാർക്കും അതുപോലെ 10ാം ക്ലാസ് വരെയുള്ള ആളുകൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ +1കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്കൂളുകൾ തന്നെയാണ് എന്ത് ചെയ്തത് ഓണം എക്സാം കഴിഞ്ഞ വർഷങ്ങളിൽ വരെ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്ര ഈസിയാന്ന് വിചാരിക്കുന്ന ടീച്ചേഴ്സ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടും. അപ്പം ഗവൺമെന്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനേക്കാൾ ചില സ്കൂളുകളിൽ ടഫായിരുന്നു. ഇറ്റ്സ് വെരി ഫ്രം സ്കൂൾ ടു സ്കൂൾ, അല്ലെ ഓരോ സ്കൂൾ അനുസരിച്ച് അതിൽ ഡിഫറൻസ് വരും. പക്ഷെ എന്നാൽ പോലും ഓണം എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ സ്കൂളുകളും കൃത്യമായിട്ട് നടത്താറുണ്ട്. അപ്പോൾ +1കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അലോട്ട്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലാസ്സുകളും കൃത്യമായിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓണം എക്സാം എന്തായാലും +1കാരെ ഉറപ്പായിട്ടും കാണും. അപ്പൊ ഡേറ്റ് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നോളൂ. ഓഗസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നു അല്ലെ, എന്തിന്റെ 20ാം തീയതി മുതൽ 20ാം തീയതി മുതൽ 27ാം തീയതി വരെയുള്ള ദിവസങ്ങളായിട്ടാവും എന്ത് എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ് സ്റ്റഡീസിന്റെ പോർഷൻസ് ഒന്ന് പറയുകയാണ്. ഓണം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ടേം 1 ഓക്കെ ഒഫീഷ്യലി ഗവൺമെന്റിന്റെ സ്കീം ഓഫ് വർക്ക് ആണ് കാണിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ഇത് ഒഫീഷ്യലി പറയുന്നതാണ്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ തീർക്കേണ്ടത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്തത് ഈ പറയുന്ന എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് ഓവറോൾ വെയിറ്റേജ് ആണ് പറയുന്നത് 6, ആൻഡ് ദെൻ സെക്കൻഡ് ചാപ്റ്റർ 12 ആൻഡ് തേർഡ് ചാപ്റ്റർ 6. അതായത് ഏകദേശം മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നായിരിക്കും. അതായത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേസമയം തന്നെ മറ്റു 2 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. 6 അതിന്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഇനി ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ബാക്കി ചാപ്റ്റേഴ്സ് ഉണ്ട്. ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫൈനൽ എക്സാമിന് ആയിട്ടാണ്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് സമയമുണ്ട്. ഓക്കെ, നിലവിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഈ 3 ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കാന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ജൂലൈ ആയി. ഇപ്പോൾ സ്കൂളുകളിൽ ഇനി ചാപ്റ്റേഴ്സ് വളരെ സ്പീഡിൽ തന്നെ എടുത്തു തുടങ്ങും. അപ്പോൾ പഠിക്കേണ്ട സമയം എന്തായാലും അതിക്രമിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒട്ടും സമയം നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. എന്തായാലും ഗവൺമെന്റിൽ നിന്നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂളുകളിൽ തന്നെ ആകാം. എന്തായാലും ഓണം എക്സാം എല്ലാവർക്കും തന്നെ കാണും. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും 10ാം ക്ലാസ്സിൽ ഒരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റിലാക്സേഷൻ മോഡിലൊക്കെ ആയിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം, ഇപ്പോൾ ജൂലൈ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഓഗസ്റ്റിലോട്ട് എത്തുന്ന സമയത്തേക്ക് എന്ത് ചെയ്തില്ല, ദിവസങ്ങൾ വളരെയധികം കുറവാണ് അല്ലേ. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റിലും ഇത്തരം ഒരു 3-4 ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കാനായിട്ട് നിങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് പഠനം തുടങ്ങേണ്ട സമയമായി എന്ന കാര്യം ഒന്നുകൂടി മിസ് ഓർമ്മിപ്പിക്കുകയാണ്. ബിസിനസ് സ്റ്റഡീസിന്റെ പോർഷൻ ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. ഓണം എക്സാമിന്റെ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളുക. ഓണം എക്സാം എന്തായാലും ഉണ്ട്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, താങ്ക് യു.